മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഒരു വ്യക്തി ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു സംഘം എന്ന ആശയത്തിന് ഒരു രാജ്യത്തെ ഉണ്ടാക്കാനോ തകർക്കാനോ കഴിയില്ലെന്ന് മോഹൻ ഭാഗവത്. പലതരം ചിന്തകൾ സംയോജിപ്പിച്ചാണ് മികച്ച രാജ്യങ്ങൾ ഉണ്ടാകുന്നത്. രാജ്യരത്ന പുരസ്കാര സമിതി സംഘടിപ്പിച്ച അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മോഹൻ ഭാഗവത്. കൂടുതൽ വിവരങ്ങളുമായി മനു ഭരത്താണ് ചേരുന്നത്. മനു, മോഹൻ ഭാഗവതിന്റെ വാക്കുകൾ, അദ്ദേഹം എന്താണ് ലക്ഷ്യമിടുന്നത്? ഇത് കഴിഞ്ഞ ദിവസം നാഗപ്പൂരിലാണ് മോഹൻ ഭാഗവത് ഇത്തരത്തിൽ വ്യക്തി കേന്ദ്രീകൃതമല്ല ഒരു രാജ്യം എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു വ്യക്തിക്കോ ഒരു സംഘത്തിനോ ഒരു പ്രത്യേക ആശയത്തിനോ ഒരു രാജ്യത്തെ നിർമ്മിക്കാനോ തകർക്കാനോ കഴിയില്ല. നിരവധി ആശയങ്ങളുടെ ഒരു സമുന്നയം രാജ്യങ്ങളിൽ ആവശ്യമാണ്. മികച്ച പല രാജ്യങ്ങളും പലതരത്തിലുള്ള സംവിധാനങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള സംവിധാനം അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു സംഘടന എന്നത് അത്ര ഗുണകരമായ ഒരു നിലപാടല്ല എന്നാണ് RSS നേതാവ് മോഹൻ ഭാഗവത് വ്യക്തമാക്കുന്നത്. ഇത് സാധാരണഗതിയിൽ BJP ഉയർത്തുന്ന ഒരു പൊതു സമീപനമുണ്ട്. അത് ഒറ്റ രാജ്യം, ഒറ്റ നികുതി, ഒറ്റ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് BJP ഉയർത്തുന്നത്. പക്ഷേ അതിന് നേരെ ഘടകവിരുദ്ധമായുള്ള ഒരു നിലപാടാണ് മോഹൻ ഭാഗവത് തൻ്റെ ഈ രാജ്യരത്ന പുരസ്കാര ചടങ്ങിൽ നാഗപ്പൂരിൽ. മനു, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണോ? RSSന്റെ തലവനാണ് പറയുന്നത് BJP പൊതുവായി ഉന്നയിക്കുന്ന വാദങ്ങൾക്കെതിരായ ഒരു വാദം ഉന്നയിക്കുകയാണ്. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശയത്തെ ഒരു കൂട്ടത്തെ മാത്രം കേന്ദ്രീകരിച്ചല്ല ഒരു രാജ്യം മുന്നോട്ട് പോകുന്നത് എന്നത്. യഥാർത്ഥത്തിൽ ഇത് ലക്ഷ്യം വെക്കുന്നത് ആരെയാണ്? അങ്ങനെ കൃത്യമായി പ്രാഥമികമായി കേൾക്കുമ്പോൾ അത് പ്രധാനമന്ത്രിയാണോ എന്നൊക്കെ സംശയം ഉദിക്കുന്ന ചില വാക്കുകൾ കൂടിയാണത്. ഏതായാലും അങ്ങനെ സംശയിക്കാവുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം. കാരണം വ്യക്തി കേന്ദ്രീകൃതമായിട്ടല്ല ഒരു സമൂഹം പുരോഗമിക്കേണ്ടത്. സമൂഹം അതിൻ്റെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി പുരോഗമിക്കണം. ആ മൂല്യങ്ങളുള്ള നല്ല മൂല്യങ്ങളുള്ള സമൂഹം നല്ല മഹത്തരമായ ഒരു രാജ്യത്തെ നിർമ്മിക്കും എന്നാണ് മോഹൻ ഭാഗവത് വ്യക്തമാക്കുന്നത്. ഇത് RSSന്റെ ഒരു പൊതു ആശയമാണ്. അപ്പോൾ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനത്തിന് മികച്ചൊരു രാജ്യത്തെ സൃഷ്ടിക്കാനാകില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. അതേസമയം നമുക്ക് BJP കേന്ദ്രങ്ങളിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത് മോദി കേന്ദ്രീകൃതമായ ഒരു ശബ്ദമാണ്. മോദിക്ക് ഈ രാജ്യത്തെ കൂടുതൽ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വം എന്ന നിലയിൽ അദ്ദേഹത്തെയാണ് ഉയർത്തി കാണിക്കുന്നത്. അപ്പം മോഹൻ ഭാഗവതിൻ്റെ ഈ പ്രസ്താവന വേണമെങ്കിൽ പല രാഷ്ട്രീയ കേന്ദ്രങ്ങളും അത്തരത്തിൽ വായിക്കാം. ശരി.